പൊട്ടി. അല്ല ഇത് ഭയങ്കര സ്പീഡ് കാറാ. സ്പീഡാ എനിക്ക് ഇഷ്ടം. ഞാൻ വേറെ കാർന്ന് എടുത്ത അല്ലെ നീ വേറെ കാർ എടുത്തെങ്കിൽ നീ അതുകൊണ്ട് ഡ്രൈവ് ചെയ്തോണ്ട് വാളിയ മാപ്പ് ഇടുന്ന അത്ര ഈസി ഉള്ള ഒരു പരിപാടിയല്ല. നീ അത് ഡ്രൈവ് ചെയ്ത് പയ്യവാ. നീ ഏതെടുത്താലും ഏറ്റവും ലാസ്റ്റില്ല. അപ്പൊ പിന്നെ ഓടിച്ചു വാ. ഞാനും കൂടെ ഗോകുവിന്റെ മുകളിൽ കമ്പാക്ക് ആവൂലേ? ചെറുക്കനായി പോയി ഞാൻ. എന്റെ വായി ചെറ്റാന്ന് നീ മനസ്സിലാക്കണം. അതാരും താരോട്ട് പോയേ. ഞാനാ കളിയ ഇത് ഓഫ് റോഡോ? അയ്യോ ഇരിക്കല്ലേ പോയി. എങ്ങനെ ഈ വണ്ടി ഇതുവഴി ഓടിക്കുന്നത്? എന്റെ അമ്മോ, അയ്യോ മറിയില്ല. അപരാധി മോനാണ് ചിത്തത്. എനിക്ക് എങ്ങനെ അറിയാം ഇതിനകത്ത് ഓഫ് റോഡും പറയും. ഞാൻ ഓർക്കുന്നു ഗോക്കു അത്. അല്ല ഞാൻ എന്റെ ഈ ഒരു ഒറ്റ റേസ് മാത്രമേ ഇങ്ങനെ ആളുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പ്രോപ്പർ വണ്ടിയാണ് ഇട്ടിരുന്നത്. തുടങ്ങിയതേ ഉള്ളു ബ്രോ. കഴിഞ്ഞ റേസ് വന്ന് അതിനുള്ള കറക്റ്റ് വണ്ടിയാ. ഡ്രീമർ ഡ്രിഫ്റ്റിങ് 360 ഒക്കെ അടിക്കുന്നു ബാക്കില്. എങ്ങനെ ഗോക്കു ഇതുവഴി ഇങ്ങനെ പോകാൻ തോന്നുന്നത്? ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ കറങ്ങാൻ. ചവിട്ടി വാ. ബ്രേക്ക് ഫ്ലൈറ്റ് എന്നാ എയർ നിർത്തിയേക്കുന്നത്? കാട്ടിലൊക്കെ ഓടിച്ച് പറത്തേക്ക് വന്നിട്ട് ചെയ്ത് പോണ ഈ വണ്ടിയിലൊക്കെ. തിന്നില്ലേ കാര്യം പറഞ്ഞു. എന്താ പറയുന്നത്? ഇവിടെ വലിയ തിട്ടയാ. ഒന്ന് ഇടിച്ച് തെറിപ്പിക്കല്ലേ ദൈവം ഇത്. നിങ്ങളുടെ വല്ലാണ്ട് അറിയാമല്ലോ ഇപ്പൊ. നിന്റെ സ്വഭാവം അഴപ്പെനിക്ക് അറിയാവുന്നുണ്ട്. അതെ വല്ലാണ്ട് മനസ്സിലാക്കുന്നു. എടാ നിന്നെ പേടിയാണ് എല്ലാവർക്കും ഇപ്പൊ. ഡീമാ ചുമ്മാ പറയില്ലേ? തിന്നല്ലേ ഞാൻ ഡിപ്രഷനാന്ന്. കാലിൽ കൊതുകടിച്ച്. അയ്യോ തിരിച്ചടി. ഗോകു അങ്ങോട്ടോ അങ്ങനെ കടിക്കാം. അയ്യേ പറ എവിടെ കടിക്കും? ആരാ അഞ്ചാടി പോട്ടെ. പെട്ടി എന്തുപറ്റിയോടെ? വണ്ടി കറങ്ങുന്നു.
ഓ അത് കറങ്ങി കഴിഞ്ഞത് ബാലൻസ് അത് ശരി. ആ അടിച്ച പറപ്പിച്ച എവിടെയെങ്കിലും പോകട്ടെ. അതായത് അവര് ആ ഞാൻ 26% ആയിട്ടുള്ളൂ. നമ്മളെ നിങ്ങളുടെ കൂടെ അവരാതെ ആരെന്ന് പറഞ്ഞു ബാബു സ്റ്റിയറിംഗ് കിട്ടിയോ? സിയറക്ക് കിട്ടിയില്ല. സിയറക്ക് ഒപ്പിക്കാൻ നമ്മളൊരെണ്ണം സ്ഥിരമായിട്ട് നീ കളിക്കാൻ അല്ലെങ്കിൽ പിന്നെ സ്റ്റിയറിംഗ് വാങ്ങിക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അത് നീ ജോക്കർ ബ്രോയുടെ വീടിന്റെ പുറത്ത് നോർത്തട്ടി നിൽക്കുക എന്നൊക്കെ ആരാ പറയുന്നിട്ട് ഇവിടെ? ശരത്തേടെ പറഞ്ഞേ എടാ സ്റ്റിയറിംഗ് ഇരിപ്പുണ്ട് കേട്ടോ, വന്നാ മതി എന്ന് പറഞ്ഞേട്ടോ. ഞാൻ പറഞ്ഞു ചേട്ടാ വരട്ടെ. എടാ ഞാൻ 2 ദിവസത്തേക്ക് വീട്ടിലില്ലേ. ചുമ്മാ തന്നെ ഉണ്ട് ചേട്ടൻ, എങ്ങും പോയിട്ടില്ല. ഞാൻ എന്റെ കുച്ചയെ പിടിച്ച് തത്തിയിട്ട് പറയാം, ഞാൻ അത്രയും കോൺഫിഡൻസോടെ വെറും കാണാനോ. ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട് പുള്ളി, എങ്ങും പോയിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞ ബസ് കിട്ടില്ല, നീ വേറെ വാങ്ങണ്ട വന്നാ മതി പറയാം. വരട്ടെ എന്ന് ചോദിച്ചോടെ പറയല്ലോ, 2 ദിവസം വീട്ടിൽ ഇല്ലാതെ കള്ളൻ. ക്യാഷ് 16 സെക്കൻഡ് ലീഡൊക്കെ എടുത്തേക്കുന്നു. നീ മിണ്ടായിരിക്കുന്ന കാണുന്നുണ്ട് ഏറ്റവും അവസാനല്ലേ. ആ ചെക്ക് പോയിന്റ് എടുത്തില്ലേ പിന്നൊക്കെ ആവശ്യത്തിലാവുന്നുണ്ട്. ഈ ചെക്ക് പോയിന്റ് എടുത്തില്ലെങ്കിൽ എങ്ങനെ അറിയും ബ്രോ? സൗണ്ട് കേക്കടാ. ആ ഒരു സൗണ്ട്, ചെറിയ സൗണ്ട് ഉണ്ട്. നീ ഇന്നും തോറ്റാടാ മറ്റേ. ഞാൻ വാട്ടിന്റെ പോയിന്റ് ടേബിൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കേറുന്നില്ല പോയി. ഇവിടെ ക്യാഷ് ഇത് DNF ആക്കി എല്ലാരെയും. കൊല്ലാളാ. ക്യാസ്റ്റർ നല്ല ഹോംവർക്ക് ചെയ്തേട്ടാ. എന്നാൽ രാത്രിയെ വീട്ടിൽ വന്നിട്ട് തുടങ്ങിയാ തോന്നുന്നു ഗ്രൈൻഡിങ്. ഞാനെത്തിയുള്ളൂ. ഇത് ലൈവിൽ ഞാൻ വിശ്വസിക്കില്ല. മൊത്തം എന്റെ പറഞ്ഞിട്ട് ഇത് ക്യാഷ് നമ്മളെ ഇങ്ങോട്ട് ഇത് ഗോകു അല്ലേ? എന്താ ഗോകു ഇവിടെ? ഇത് എവിടേക്ക് ഞാൻ പോകുന്നു? റീസെറ്റ് ആയോടാ മറ്റേ. നിനക്കെന്ത് 2 എന്നൊക്കെ എഴുതി കാണിക്കണം. നീ ഇല്ലായിരുന്നു, ഇനാക്റ്റീവ് ആയിരുന്നു 2 ദിവസം. ഇല്ല ഡെയിലി ഇന്നത്തെയാണോ? ഇന്നത്തെ 3ാമത്തെ മാച്ച് അത്. ബാക്കി ഫസ്റ്റ് അപ്പൊ DNF ആയോ? കഴിഞ്ഞ ഞാൻ DNF ഇല്ലല്ലോ. ആക്കി. എന്നിട്ട് ആരും അടുത്തില്ല കേട്ടോ. ഈ കളി തോക്കുന്നായപ്പോഴത്തേക്ക് ന്യായം എന്റെ സ്റ്റിയറിംഗ് പിടിച്ച് അവര് വലിച്ച് ഇവര് വലിച്ച്. നീ ലൈവ് ഇരുന്ന് കാണിക്കുന്ന ഓരോന്ന്. അപ്പൊ അതെന്ത് ഇത് ഞങ്ങൾ എല്ലാരും ഇത് ക്യാഷ് മാത്രമേ ഫിനിഷ് ചെയ്യുള്ളൂ. കാണാൻ മാപ്പിൽ ഇല്ലല്ലോ പുള്ളി. ഓ കണ്ട് ഇവിടെ നെല്ല് പോലെ കണ്ട് ഫ്രണ്ടിലുണ്ട് കേട്ടാ. പോണു കാസ്ട്രോ. ടോപ്പിംഗ് എടുത്തരൂ. 2 വളവിനകത്ത് കാസ്ട്രോക്ക് ഉന്നം തെറ്റും. ഇല്ല ക്യാഷ് ഒന്നും മാറ്റമൊന്നുമില്ല. ഉന്നം തെറ്റിയിട്ടും കാര്യമില്ല. 28 സെക്കൻഡാ. റീസെറ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലേ? അല്ലല്ല, അത്രയും ഗ്യാപ്പ് ഉണ്ട്. 28 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട് അവന്റെ അടുത്ത് എത്താനായിട്ട്. DNA അപ്പൊ ആവാതെ രക്ഷപ്പെടാൻ ഒരേ ഒരു ചാൻസ് ഉള്ളത് ഈഗിളിന് മാത്രമേ ഉള്ളൂ. അതിപ്പോ നല്ല 2 സെക്കൻഡ് പിടിച്ച. 24 സെക്കൻഡായി. എപ്പൊ കൂടും? അപ്പം ഫിനിഷ് ചെയ്യും. അല്ല ആകെ 50% ആയിട്ടുള്ളൂ. 50 ആർക്കായി? ഞങ്ങൾക്ക് 40 ചെയ്തേ ഉള്ളൂ. ആ ശരി. നീ എവിടെയാടാ? ഞാൻ ഡോർ തുറന്നിട്ട് വന്നടാ. നീ ആരിച്ച ബാക്കില് ഡീമൺ ഗോകുവേ ഇടയ്ക്ക് വെച്ച് ഡോറും തുറന്നിട്ട് വന്നിട്ട് ചന്ദ്രൻ ബാക്കില് അതിന്റെ 2 പ്രാവശ്യം ഡോർ തുറന്നിപ്പോ. ഇവിടെ ബ്രേക്ക് പിടിക്കണം. ഇവിടെ എങ്ങനാ ഡീമ നീ ഫുൾ സ്പീഡിൽ നീ അവിടെ തിരിക്കുവാണോ? അല്ല ഇത് അങ്ങനത്തെ വണ്ടിയാണ്. അത് നീ എന്റെ ഫ്രണ്ടിൽ നീ ബാക്ക് കളിച്ചു നോക്ക്. ഞാനും അങ്ങനെ ഒന്ന് ഇടിച്ചോണ്ടിരിക്കും. അത് നിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഉണ്ടെന്നുള്ള രീതിയിലുള്ള എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്യും. നീ ഇത് ചെയ്യണത് അവനെ യൂസ് ചെയ്യണത് അവണ്ട. ഇപ്പൊ ബ്രേക്ക് മുമ്പിൽ പോവാ, നീ ഇവിടെ പോയി ബ്രേക്ക് പിടിക്കാൻ പോയപ്പോ ആ വായ്ത്താളം കണ്ടോ അവന്റെ. നാളെയാണോ ടൂർണമെന്റ്?
നാളെ തൊട്ട് തുടങ്ങണം. നോക്കൂ നമ്മുടെ മാച്ചില്ലേ നാളെ നോക്കൂ. നമ്മളെ ബാച്ച് നമ്മളെ ടീമേറ്റ്സ് ആരെന്നറിയോ? ആരൊക്കെയാ? നീ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെന്ത്? എന്റെ ടീമിന്റെ കണ്ണാപ്പി, ബോബ്, ബോബ്, ടീമല്ലടാ അവന്മാര് കഴിഞ്ഞ പ്രാവശ്യം എവിടെ വരെ ക്വാളിഫൈ ചെയ്താന്ന് അറിയാവോ? അമ്പത്തൂർ സിദ്ധം. അവന്മാര് കഴിഞ്ഞ വർഷം ക്വാളിഫൈ ആയതാ. നീ ആയിട്ട് ഇത്തവണ ഒന്നും ചെയ്യാതിരുന്നാ മതി അതില് പ്രത്യേകിച്ച്. ഇത് 10v10 ആണല്ലിയാ. കഴിഞ്ഞ പ്രാവശ്യം എത്രയൊക്കെ ഉണ്ടായിരുന്നു? എന്ത് പൂക്കള പോണേ. അല്ലല്ലോ. ഈകളെ പഴയ കൊണ്ട് ഏൽക്കുന്നില്ലല്ലേ മറ്റേ സാധനം. ഞാൻ serious ആയിട്ട് തമാശ പറഞ്ഞില്ല. അല്ല നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിട്ട് പറ്റുന്നില്ല. ഞാനൊരു കാര്യം അഭിചരണ, നിങ്ങൾ സ്കില്ലെല്ലാം പോയി അണ്ണ. അണ്ണ ഇനി ആ വണ്ടി എടുത്തോണ്ട് മറ്റേ ഡെസർട്ടിലോട്ടൊന്ന് കൊണ്ട് പോയാറുണ്ട്. അത് വേറെ മോനെ, പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ഇത് പറയുന്ന ആളാരി നീ എന്റെ നീ 105 ഞാൻ 105. സൂക്ഷിച്ചു വന്നു എല്ലാരും. വെളിയിലോട്ടൊക്കെ പോയിട്ട് വന്നായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ട് വന്നായിരുന്നു. ഞാൻ എന്താ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന. അത് ഡ്രീമറിന് ദർശനമാണ് വെച്ചത്. ആ പൊട്ട അതിക്കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതിക്കൂടെ തന്നെ പോകും. ഡോൺസൈഡ് എത്ര സെക്കൻഡ് അറിയാലോ? ചെക്ക് പോയിന്റ് മിസ്റ്റർ, ഡീമന്റെ ഫ്രണ്ടിൽ ആരാ? ചെക്ക് പോയിന്റ് മിസ്റ്റർ, ചെക്ക് പോയിന്റ് മിസ്റ്റർ, ചെക്ക് പോയിന്റ് മിസ്റ്റർ. അല്ല എന്നാലും എങ്ങനെ ഞാൻ പേര് മോളി കാണിച്ചേ? എനിക്കാണ്ട് പിന്നെ എനിക്ക് ബഗ്ഗാണ് കേട്ടോ. എനിക്ക് ബഗ് ഡീമൺ ജംബിൽ മൂഞ്ചി. കാശ്മീർക്ക് മാത്രം പോയി കൊടുക്കും. എനിക്ക് 69 ആയിട്ടുള്ളൂ. ഒരു 80% ആവട്ടെ. 80% കേട്ടെ. വണ്ടി ആയതുകൊണ്ട് 31 കയറാൻ പറ്റും. പിന്നെ ഫുൾ ഫോം ഡ്രീമർ നെവർ ഫിനിഷ്ഡാ. ഡ്രീമർ നോട്ട് ഫൗണ്ട് അങ്ങനെയാണ്. ചന്ദ്രു അളിയാ കാശ് കുറളിയാ. അളി ഞാനാണെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് ഓറൊക്കെ തുറന്നിട്ടൊന്നുമില്ല. എന്റെ അടുത്ത് പിന്നെ അടിക്കും. ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ. പിന്നെ എങ്ങനെയാ നീ ഫ്രണ്ടിലെത്തും? അയ്യോ ഗൈസ്, അടുത്ത മാച്ച് തൊട്ട് അന്ന് കണ്ടതാണ്. എനിക്ക് 3 മാച്ച് മതി തിരിച്ച് ടേബിൾ ടോപ്പ് പെട്ടെന്ന് തന്നെ മാറ്റി ഇന്ന് ഈ ലൈവ് തീരുന്നതിന് വേണ്ടി നീ ടോപ്പെത്തോ? എനിക്ക് 3 മാച്ച് മതി അളിയാ ടേബിൾ ടോപ്പത്ത്. അങ്ങനെ നീ എല്ലാവരും DNF ആകും. അപ്പോ ഇതില്ലാതെ എന്റെ പൈസ അനുസരിച്ച് ഞാൻ എത്തിയില്ല. ആ ഒരു ടൈം എത്തിയില്ല. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കും. ലൈവ് ചെയ്തൊരു മെസ്സേജ് ഇടാട്ടാ നിന്റെ ഡയലോഗിനുള്ളത്. 1 മണിക്കൂർ കേട്ടോ. കൊറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയും സമയം വരെ ഉണർന്നിരിക്കുന്നത്. ഇത് എന്താടാ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഇല്ലടാ 40 കാശ്മീർ പിടിക്കാൻ പറ്റില്ലേ? കാണിക്കാതെ പോകാശ്രമം ഫുള്ള് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന തീട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റ് ആയി വരുമല്ലേ ഡീമൻ. ഡീവൻ ഇവിടെ ഇപ്പൊ ഊമ്പിയായ ഡീവൻ ഇവിടുത്തെ ടോപ്പ് പ്ലെയർ ആയിരുന്നു. ടൈം കുറഞ്ഞുണ്ടാവും. എത്ര പെർസെന്റേജ് 81. ഞാൻ 2 മിനിറ്റായി. 81 പറയുന്ന കോൺഫിഡൻസ് കണ്ടില്ലേ? സാധാരണ 80 പോവാറുണ്ട്. 81 ആയോണ്ട് അത് ഫിക്സ് ചെയ്ത് എന്നാലും കാസ്ട്രോ എല്ലാരും DNF കളഞ്ഞല്ലോ നീ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോലെ ഇപ്പൊ പറയണോ? അപ്പൊ എല്ലാരും DNF ആയി എത്ര പോയിന്റ് കിട്ടും? DNF ആവുന്നവർക്ക് ഓരോ പോയിന്റ് പറയും. ഒന്നും ഇല്ലടാ. ഫസ്റ്റ് നിക്കുന്നവന്
3 രണ്ടാമത് നിൽക്കുന്നവന് 2 പോയിന്റ്, മൂന്നാം നിൽക്കുന്നവർക്ക് 1 പോയിന്റ്. DNF ആയ -1. DNF ആയിട്ട് സെക്കൻഡ് അടിച്ചാലും കാര്യമില്ല. സീറോ ആണെങ്കിൽ സീറോന്ന് മൈനസ് ഇല്ല. ഇതിലൊക്കെ സ്പോർട്സ് കാർ ബുദ്ധി പരിചയപ്പെടാറുണ്ടോ? ഇങ്ങനെ പോ. ചിലപ്പോ സേഫ് ആണല്ലേ നീ ധൈര്യമായിട്ട് പയ്യോ. അവ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെടാ. അവ 1 പോയിന്റ് ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല ഇതുവരെ. ഡ്രീമർ ലെഫ്റ്റ് ദ സെക്ഷൻ. പോയി അടിച്ചാ? പോയി ഡ്രീമർ പോയി. പോയാ? പോയാ ആണില്ലാത്തവൻ. അല്ല അവൻ പ്രാക്ടീസിന് പോയി അടുത്ത അവൻ എല്ലാ ദിവസവും ഇങ്ങനെയാ, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോ. എല്ലാ ദിവസവും ഇങ്ങനെയാ, ആരോടും ഒന്നും മിണ്ടത്തില്ല, നൈസായിട്ടൊക്കെ ഇറങ്ങിപ്പോവും. ആണില്ലാത്തവൻ. എന്ത് വളവല വരുന്നു. അയ്യോ ഞാൻ ഇപ്പൊ കേട്ടോ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. കളി ജയിക്കാൻ പറ്റുമോ നോക്കുന്നു. അവന്റെ ബുദ്ധിയില്ല എനിക്ക്. ടീമ വീണ്ടും പുറകെ പോയാ. പാട്ട് പോട്ടെ ഇതില്. എടാ എന്ത് ആവശ്യം ഉണ്ടായിരുന്നു. അവൻ നല്ല ഫ്ലോ പക്ഷെ തലോത്തന്നെ വീണില്ല അല്ലേ. പാട്ട് ആ ചെമ്പല്ലേ റാമ്പല്ലേ കേറണ്ടായിരുന്നു. ഇനി മിണ്ടല്ലേ. ഇല്ല 95. ആ മിണ്ടാണ് പോ. ഞാനേ എന്താ നിന്നെ ഈ ഗോകു ഇരുന്ന് അവരാധിക്കുന്ന ലൈവുകളുടെ ഡേറ്റും അതുപോലെ ടൈം സ്റ്റാമ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് അയച്ചല്ലേ കണ്ടന്റ് എടുപ്പ് അതൊന്നും ഒന്ന് നോക്കണേ. അതൊന്ന് ഗോപു പറയുന്നതിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അറിയാമോ. മോട്ടിവേഷൻ ആണല്ലേ മറ്റേ നെഗറ്റീവ് മോട്ടിവേഷൻ. ഇതെന്തായാലും വേറെ ലെവലിൽ ഓടിപ്പോയി കേട്ടോ സീൻ പറയുമ്പോൾ കണ്ടന്റ് വരുമല്ലോ, കുറച്ച് ഡയലോഗ്സ് കൂടെ ഇരിക്കട്ടെ. അല്ല ആളിയാ ഈ റേസ് നമ്മൾ കളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വണ്ടി വെച്ച് ഇതുവഴി ഓടിക്കാന്ന് പറഞ്ഞാൽ ഈസി ഉള്ള കാര്യമല്ലെന്ന് അത് എല്ലാവർക്കും അറിയാം. അപ്പൊ ബാക്കി എല്ലാരും ഇതായോ തോറ്റോ? എല്ലാരും അല്ലെ. ഒരു മിനിറ്റ് ഞാൻ എന്താ കിട്ടല്ലേ. ഇറങ്ങിപ്പോ. ഞാൻ പോയിട്ട് മാത്രം അങ്ങനെ ഈഗിളിന്റെ മുകളിൽ കാസ്ട്രോയുടെ താഴെ ഈഗിളിന്റെ താഴെ ഈ ഗോകു. നമുക്കിനി തുടങ്ങാം. നമുക്ക് തുടങ്ങിയാലോ? ഞാനും പോയി ഷെയറിംഗ് കണ്ടിട്ട് കൊതിയാവുന്നു. പക്ഷെ വാങ്ങിച്ചോണ്ടെങ്കിൽ ഓട്ടിക്കില്ല, അതാ പ്രശ്നം. തൽക്കാലത്തേക്ക് ഒരു നീ